ഹായ്, വീക്കെൻഡ് ആയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു എഗ് ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് തലശ്ശേരി സ്റ്റൈൽ എഗ് ബിരിയാണി. അപ്പോൾ ഇന്ന് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായ ഒരു വീഡിയോ ആണ് ഉണ്ടാക്കുന്നത്. ഇന്ന് എഗ് ബിരിയാണിയാണ്, തലശ്ശേരി സ്റ്റൈൽ എഗ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി. നിങ്ങൾ ചിലർ ഓർക്കുന്നുണ്ടാവും, എഗ് ബിരിയാണിയോ, അത് കൊള്ളായിരിക്കുമോ? സത്യം പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എഗ്ഗിൻ്റെ മണമൊന്നുമില്ല, നല്ല മസാലക്കൂട്ടിൻ്റെ മണം തന്നെയുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം ഇത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇത് കൊള്ളാലോ, നിൻ്റെ തലശ്ശേരി ചിക്കൻ ബിരിയാണിനേക്കാളും നന്നായിട്ടുണ്ടല്ലോ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു. അത് എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു കേട്ടോ, പക്ഷെ നന്നായിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ ചിക്കനും മീനും ഒന്നും കഴിക്കാത്ത ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് പറ്റിയൊരു ബിരിയാണി തന്നെ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കിടക്കാം. ഈ എഗ് ബിരിയാണിക്ക് ഏറ്റവും നല്ലത് ഉപയോഗിക്കുന്നത് നമ്മൾ കൈമ അല്ലെങ്കിൽ ജീരകശാല അരി തന്നെയാണ്. അതിനൊരു പ്രത്യേക മണമാണ് നമ്മുടെ തലശ്ശേരി ബിരിയാണി. പ്രത്യേകിച്ചും ഈ എഗ് ബിരിയാണിക്ക് അതിൻ്റെ മണമാണ് എനിക്ക് നല്ലതായി തോന്നിയിരിക്കുന്നത്. ഇവിടെ 3 കപ്പ് ജീരകശാല അല്ലെങ്കിൽ കൈമ അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വെള്ളം തെളിഞ്ഞു വരുന്ന വരെയും കഴുകി അതിനുശേഷം വെള്ളത്തിൽ 10 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമ്മുടെ അരി ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എഗ്സ് ബോയിൽ ചെയ്യാം. 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മുട്ട പുഴുങ്ങി അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ചോറ് വേവിക്കാം. അതിന് പറ്റിയ ഒരു നോൺ സ്റ്റിക്ക് ഇതുപോലത്തെ പോട്ട്, ചോറ് വേവിക്കാൻ പറ്റിയ പോട്ട് അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ പോട്ടിൽ നമ്മൾ 3 നല്ല വലിയ ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കാഷ്യൂനട്ട്സ് ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1/2 കപ്പ് കാഷ്യൂനട്ടാണ് ഇട്ടിരിക്കുന്നത്. അതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് വേഗം നെയ്യിൽ നിന്ന് മാറ്റാം. കാഷ്യൂനട്ട്സ് മാറ്റിയതിന് ശേഷം നമുക്ക് കിസ്മിസ് ആഡ് ചെയ്യാം. കിസ്മിസ് ഒരു 1/4 കപ്പ് മതി. ഇത് വേഗം തന്നെ ഇങ്ങനെ പ്ലംപ് ആയിട്ട് വരും. ഇങ്ങനെ വീർത്ത് വരുമ്പോഴേക്കും വേഗം തന്നെ അത് കോരിയെടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കറുത്തു പോവും. അതും കാഷ്യൂനട്ട്സിൻ്റെ ഒപ്പം മാറ്റി വയ്ക്കാം. ഇനി നെയ്യിലേക്ക് ഒരു വലിയ സവാള നല്ല നേരിയതായിട്ട് അരിഞ്ഞത്, ഞാൻ മാൻഡലിൻ സ്ലൈസർ വെച്ചിട്ടാണ് സവാള അരിയുന്നത്, അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇതൊരു നല്ല ഗോൾഡൻ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായി ഒരു കളർ മാറി തുടങ്ങുമ്പോൾ പിന്നെ നല്ലോണം ശ്രദ്ധിക്കണം, കാരണം വേഗം കറുത്തു പോകും. നമുക്ക് നല്ലൊരു ഗോൾഡൻ കളറാണ് വേണ്ടത്, ഡാർക്ക് ആവണ്ട. അപ്പോൾ വേഗം തന്നെ കോരിയെടുക്കാം. നമുക്ക് ഈ കളറായതിന് ശേഷം നല്ലൊരു ഗോൾഡൻ കളറായിട്ടില്ലേ, ഇത് ഇനി ഒരു സ്പൈഡർ സ്ട്രെയിനറിലേക്ക് ഇതുപോലെ മാറ്റിയിട്ട് ഇതൊന്നും ഇങ്ങനെ പരത്തിയിട്ടാൽ ഇത് ചൂടാറും തോറും ഇതൊന്നും കൂടി ക്രിസ്പായി വരും. അപ്പം നമ്മുടെ കാഷ്യൂനട്ട്സ്, കിസ്മിസ്, നമ്മുടെ സവാള മൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. ഇനി ഈ ബാക്കി വരുന്ന നെയ്യിൽ നമുക്ക് ഹോൾ സ്പൈസസ് ഇട്ട് ഒന്ന് പൊട്ടിക്കാം. ഇതിന് 5 ഏലക്ക, 5 ഗ്രാമ്പു, 1 ഒരു പകുതി ഭാഗം, 4 വളരെ ചെറിയ കഷ്ണം കറുകപ്പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഈ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്താൽ നല്ലൊരു പൊട്ടലും നല്ലൊരു മണമൊക്കെ വന്നതിന് ശേഷം
നമുക്ക് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ജീരകശാല അരി ഇപ്പോൾ ആഡ് ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ജെൻറ്റിലായിട്ട് ഇളക്കിയാൽ മതി. ആ നെയ്യ് നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടണം. ഒരു ചെറുതായിട്ടൊന്ന് കളറും മാറണം. ഒരു 2 മിനിറ്റ് മതിയാവും. തീയൊരു മീഡിയം തീയാണ്, കൂടുതൽ ചൂട് വേണ്ട. ഇത് വറുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ മണം കേൾക്കുമ്പോൾ അറിയാം വെള്ളം ഒഴിക്കാൻ റെഡി ആയിട്ടുണ്ടെന്ന്. ഇതിലേക്ക് 6 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ചൂടുള്ള വെള്ളമാണ്. ഇതിൻ്റെ ഒപ്പം പാകത്തിന് ഉപ്പ്, 2.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ നാരങ്ങനീര്. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ ചോറ് നന്നായി വെളുത്തിരിക്കും, കളറൊന്നും മങ്ങിപ്പോവില്ല. ഇനി ചോറ് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം തീ ഏറ്റവും കുറവ് ചൂടിലേക്ക് കുറച്ച് വെച്ചതിന് ശേഷം മൂടിയിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം മുഴുവൻ വറ്റി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. അത് ഇടയ്ക്ക് ശ്രദ്ധിക്കണം. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ആവേണ്ടതാണ്. ആ സമയത്ത് നമുക്ക് നമ്മുടെ എഗ് മസാല പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ഇവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ ഇട്ടിരിക്കുന്നത് 5 മീഡിയം സൈസ് സവാള അരിഞ്ഞത്. ഇതൊന്ന് സോഫ്റ്റ് ആവണ വരെ വഴറ്റിയെടുക്കണം. സവാള സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിൽ ഇനി ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ പേസ്റ്റ് അല്ലെങ്കിൽ നന്നായി ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെക്കാറുണ്ട്. ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും സെപ്പറേറ്റും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ 3/4 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. 3/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും പിന്നെ ഏകദേശം ആ അളവിൽ തന്നെ പച്ചമുളക്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരുപാട് എരിവില്ലാത്ത പച്ചമുളകാണ്. അതൊന്ന് ചതച്ചിട്ടിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി നമ്മുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി കിട്ടണം. അതിനുശേഷം നമ്മുടെ മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ നമ്മുടെ ഏലക്ക പൊടിച്ചത്. അത് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല മണത്തിന് നല്ല വ്യത്യാസം വരും. സ്പൈസസ് ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി നമുക്കിത് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ആ മല്ലിപ്പൊടിയുടെ ആ പച്ചമണം മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 4 ഇടത്തരം സൈസുള്ള ടൊമാറ്റോ ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കണം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ 2 മിനിറ്റോളം ഒന്ന് സ്റ്റീം കയറ്റാം. അതിനുശേഷം ഇതൊന്ന് ഉടച്ചു കൊടുത്ത് അത് നന്നായി മാഷ് ആവണ വരെ കുക്ക് ചെയ്യണം. ഇപ്പം നമ്മുടെ ടൊമാറ്റോസ് നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള പുളിയുള്ള തൈര്. നമ്മുടെ ഇന്ത്യൻ സെറ്റ് യോഗട്ടാണ് ഏറ്റവും നല്ലത്. കുറച്ച് പുളി വേണം തൈരിന്, അതുപോലെ തന്നെ വെള്ളം പോലെ ആയിരിക്കരുത്. ഇത് ഇട്ടതിന് ശേഷം സ്പീഡിൽ ഇത് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ തൈര് മിക്സായി കിട്ടണം നമ്മുടെ മസാലയിലേക്ക്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ പിരിഞ്ഞു പോകും. എന്നിട്ട് ഉപ്പ് പാകത്തിനിടാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ബിരിയാണിക്ക് നല്ല മണം വരുത്താൻ 3 ടേബിൾ സ്പൂൺ മല്ലിയിലയും 3 ടേബിൾ സ്പൂൺ പുതിനയിലയും ചെറുതായി ചോപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മല്ലിയിലയും പുതിനയിലയും വളരെ ഫ്രഷ് ആയിരിക്കണം. ഇത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ബിരിയാണിക്ക്. പിന്നെ പുതിന മല്ലിയിലേക്കാളും കുറച്ച് കുറവായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഇലകളിട്ട് അതൊന്ന് വാടിയാൽ മതി. അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന എഗ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് പതുക്കനെ നമ്മുടെ മസാല വെച്ചിട്ട് ഈ മുട്ട ഇങ്ങനെ പൊതിഞ്ഞ് വെക്കാൻ പോവുകയാണ്. ജെൻറ്റിലായിട്ട് വേണം ഇളക്കാൻ, നമ്മുടെ മുട്ട ഉടഞ്ഞൊന്നും പോകരുത്. മസാല വെച്ച് നമ്മുടെ എഗ്സിനെ നന്നായി മൂടിയതിന് ശേഷം നമുക്ക് തീ കുറച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം, ഒന്ന് സ്റ്റീം കയറാൻ വേണ്ടി. മസാലയ്ക്ക് തീരെ നനവില്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ എൻ്റെ നാടൻ കറി മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പിയും കൂടി ഒന്ന് ചെക്ക് ചെയ്തോളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും നാടൻ ഗരം മസാല ചേർത്താൽ മതി. 2 മിനിറ്റിന് ശേഷം നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ എഗ് മസാലയും മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. ചോറ് വെന്ത് വെള്ളം മുഴുവൻ വറ്റിയതിന് ശേഷം വേഗം തന്നെ ആ പാത്രത്തിൻ്റെ അടിയിൽ നിന്ന് നമ്മുടെ ചോറൊന്ന് ഇതുപോലെ ഫ്ലഫ് ചെയ്തെടുക്കണം. അടിയിൽ നിന്ന് ഇങ്ങനെ വാരി ഫ്ലഫ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആവിയിലിരുന്ന് അടിയിലത്തെ ചോറ് കുറച്ച് വെന്ത് ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ കണ്ടില്ലേ, നന്നായി വെന്തിട്ടുണ്ട്. അരിയൊക്കെ ഇങ്ങനെ നല്ല സെപ്പറേറ്റ് ആയിട്ട് നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നമ്മൾ ദമ്മ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ആവി ഒന്ന് പോവണം. ദമ്മ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ വലിയൊരു ഉരുളിയാണ് എടുത്തേക്കുന്നത്. നല്ല ചൂട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു ബിരിയാണി ചെമ്പായാലും മതി. ഞാൻ ഇന്ന് ഓവനിലാണ് ദമ്മ് ചെയ്യുന്നത് എളുപ്പത്തിന്. ഓവൻ ഇല്ലെങ്കിൽ ഇത് അടുപ്പത്ത് തന്നെ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പഴയ തവയുടെ മുകളിൽ കയറ്റി വെച്ച് ചെയ്താൽ മതി. മൈദമാവ് വെച്ചിട്ട് സീൽ ചെയ്ത് ദമ്മ് ചെയ്യാം. ഇന്ന് ഞാനിവിടെ നന്നായി ടൈറ്റായിട്ട് ഫോയിൽ പേപ്പർ വെച്ച് റാപ്പ് ചെയ്തിട്ട് ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് ഉണ്ടാക്കിയ ചോറിൻ്റെ പകുതി ഭാഗം ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ഉടച്ച് ശരിയാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രാമ്പു, ഏലക്ക, കറുകപ്പട്ടൊക്കെ കുറച്ച് വേണമെങ്കിൽ മാറ്റാം ഈ സമയത്ത്. കാരണം നമ്മൾ കടിക്കുമ്പോൾ ആ രസം കുറച്ച് കുറയും. ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഗ്രാമ്പു കടിച്ചാൽ വലിയ രസമില്ല. അത് ഞാൻ മിക്കപ്പോഴും കുറച്ച് എടുത്ത് മാറ്റാറുണ്ട് ഈ ദമ്മ് ചെയ്യണ സമയത്ത്. പകുതി ഭാഗം അരിയിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ എഗ് മസാല മുഴുവൻ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെയും നമ്മുടെ മുട്ട ഒന്നും ഉടഞ്ഞു പോകരുത്. മുട്ട ഈ പാത്രത്തിൻ്റെ നടുഭാഗത്തായിട്ട് തന്നെ നിർത്തണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇളക്കാൻ നോക്കുമ്പോൾ മുട്ട ഉടഞ്ഞു പോകും. ഇത് മസാല നന്നായിട്ട് സൈഡ്സിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യണം. ഇനി നമുക്ക് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ട്സ്, കിസ്മിസ്, അതുപോലെ സവാള ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് മാറ്റി വയ്ക്കാം, നമ്മൾ സെർവ് ചെയ്യണ നേരത്ത് ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കാം.
കുറച്ച് മല്ലിയിലയും കൂടി. ഇനി നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇത് നന്നായിട്ട് സീൽ ചെയ്ത് എടുക്കാം. അപ്പോൾ അടുപ്പത്ത് വെച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മൈദ മാവ് വെച്ചിട്ട് ദമ്മ് പാത്രത്തിൻ്റെ ചുറ്റും ദമ്മ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ സീൽ ചെയ്യാനും പറ്റും. ഞാൻ ഓവനിൽ വെക്കണോണ്ട് ഫോയിൽ പേപ്പർ ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല. നന്നായി ടൈറ്റായിട്ട് സീൽ ചെയ്താൽ മതി. സൈഡ്സൊക്കെ ഫോയിൽ പേപ്പർ കീറരുത്. അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ 2 ലെയർ വെക്കാം. ആവി പുറത്തേക്ക് വരാൻ പാടില്ല. ഇതിപ്പോൾ ഞാൻ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്കാണ് വെക്കാൻ പോകുന്നത്. 275 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. നമ്മൾ ഈ ബിരിയാണിക്ക് ദമ്മിൻ്റെ ലെയേഴ്സ് ഇടാൻ തുടങ്ങുമ്പോൾ തന്നെ പ്രീ ഹീറ്റ് ചെയ്തിരുന്നു. ഇതിൻ്റെ താഴത്തെ റാക്കി തന്നെ വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. കഴിയുന്നതും മുകളിൽ നിന്നും താഴത്തു നിന്നും ഹീറ്റ് വരുന്ന തരത്തിൽ വേണം ബേക്ക് ചെയ്യാൻ. അപ്പോൾ നല്ല ദമ്മ് കിട്ടും. 20 മിനിറ്റ് ബേക്ക് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ആ ഓവനിൽ തന്നെ ചൂടാറാൻ വെക്കണം. പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്ത് എടുത്താൽ മതി. കഴിക്കാൻ കൂടുതൽ നേരം വൈകുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് പിന്നെയും ഓണാക്കി ഒന്ന് ചൂടാക്കി എടുക്കാം. അതും നല്ലതാണ്. ഇതുകൊണ്ട് നമുക്ക് ഗസ്റ്റ് ഉള്ളപ്പോഴൊക്കെ ഇത് കുറച്ച് നേരത്തെ ആക്കി വെക്കാം. എന്നിട്ട് സെർവ് ചെയ്യാൻ നേരത്തെ ഓവൻ ഒന്ന് ഓണാക്കിയാൽ മതി. നല്ല എളുപ്പത്തിൽ നല്ല ചൂടുള്ള ബിരിയാണി സെർവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഫോയിൽ പേപ്പർ മാറ്റിയതിന് ശേഷം ഇതൊന്ന് പതുക്കനെ ഇളക്കി കൊടുക്കണം. സൈഡിൽ നിന്ന് പതുക്കനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ടയൊന്നും ഉടയരുത്. നല്ല കളർ മിക്സ് ആവണ വരെ അടിയിൽ നിന്ന് എല്ലാം കൂടി മിക്സ് ചെയ്താൽ മതി. പക്ഷെ ഓവറായിട്ട് ഇളക്കി മിക്സ് ചെയ്യണ്ട. എപ്പോഴും ബിരിയാണിയുടെ മസാല മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെച്ചാലാണ് ടേസ്റ്റ് എപ്പോഴും കൂടുന്നത്. അപ്പം തന്നെ സെർവ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ധൃതി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ സാധാരണ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒന്നും കൂടി കുറച്ച് നേരം വെക്കാറുണ്ട് കഴിക്കുന്നതിന് മുമ്പ്. ഇനി നമുക്കിത് ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യണ്ടേ. നമുക്കൊരു ചെറിയ ബൗൾ എടുക്കാം. ആ ബൗളിൻ്റെ അടിയിൽ ഒരു പുതിന ഇലയുടെ ഒരു ചെറിയ തണ്ട് ഇങ്ങനെ വെക്കാം. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത കുറച്ച് സവാള, കുറച്ച് കാഷ്യൂ നട്ട്സ്, കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മുട്ട. ഇനി ഇതിലേക്ക് ചോറിട്ട് നന്നായി ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് പ്രസ് ചെയ്ത് ഒന്ന് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് കമത്തണം. ഞാൻ ബൗളൊന്ന് മാറ്റി നോക്കാം എങ്ങനെയുണ്ട്. കുഴപ്പമില്ലല്ലോ, നല്ല ഭംഗിയില്ലേ. ഇത് നല്ലൊരു കച്ചമ്പറ് അല്ലെങ്കിൽ നമ്മുടെ തൈരും സവാളയും ടൊമാറ്റോയും ഒക്കെ ഇട്ട ഒരു സിമ്പിൾ സാലഡ് റൈത്ത വെച്ചിട്ട് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചിക്കനും മീനും ഒന്നും കഴിക്കാത്തവർക്ക് പറ്റിയൊരു ബിരിയാണി, എഗ് ബിരിയാണി. ഞങ്ങളിവിടെ ഇടയ്ക്ക് ഇത് ചിക്കൻ ഫ്രൈനായിട്ടും കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വിവരം അറിയിക്കണം, ഫോട്ടോസ് അയക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.